തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൻ്റെ ചരിത്രം വളരെ വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ കഥയൊന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായും. തിരുമൂഴിക്കുളം ഒരു സാധാരണ ക്ഷേത്രമല്ല. ധർമ്മത്തിൻ്റെ ദിവ്യനാദം യുഗങ്ങളായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. കാലം എത്ര മാറിയാലും ലക്ഷ്മണപ്പെരുമാൾ ഇന്നും ഈ ക്ഷേത്രത്തിൽ ധർമ്മത്തിൻ്റെ പ്രകാശമായും സഹോദര സ്നേഹത്തിൻ്റെ അമരസന്ദേശമായും ദിവ്യ സാന്നിധ്യമായി വാഴുന്നുവെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ടാണ് തിരുമൂഴിക്കുളത്തേക്കെത്തുന്ന ഓരോ ഭക്തനും വെറും ദർശനം മാത്രമല്ല, ഒരു ആത്മീയ അനുഭവം തന്നെയാണ് തിരികെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, ധർമ്മത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ശാശ്വത സ്മാരകമായാണ് ഭക്തർ ഇതിനെ കാണുന്നത്. അതിലും അത്ഭുതകരമായ മറ്റൊരു വിശ്വാസമുണ്ട്. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ എന്നിവരുടെ ദിവ്യവിഗ്രഹങ്ങൾ തിരമാലകളിലൂടെ കേരളക്കരയിലെത്തിയെന്നാണ് ഐതിഹ്യം. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് മഹാവിഷ്ണു ദിവ്യമായ തിരുമൊഴിയായി അരുളി ചെയ്തത് ആ ദിവ്യോപദേശത്തിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് തിരുമൂഴിക്കുളം എന്ന പേര് ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവയിൽ ശ്രീരാമനോടുള്ള അനന്യഭക്തിയുടെയും അചഞ്ചലമായ സഹോദര സ്നേഹത്തിൻ്റെയും പ്രതീകമായ ലക്ഷ്മണപ്പെരുമാളിൻ്റെ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠ ചെയ്യപ്പെട്ടത് ഈ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിലാണ്. പ്രഭാതത്തിൽ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ശ്രീകോവിലിൽ പതിക്കുമ്പോൾ ദീപങ്ങളുടെ പ്രകാശത്തിൽ ഓരോ ശിലയും നൂറ്റാണ്ടുകളുടെ ഭക്തിചരിത്രം പറയുന്നതുപോലെ അനുഭവപ്പെടും.